ഇപ്പോൾ പ്രേക്ഷക സുഷമ നമുക്കൊപ്പം ചേരുകയാണ്. സുഷമ, താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇരിട്ടിന്നാണ്. എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ? അല്ല, എനിക്ക് പേഴ്സണലായിട്ട് ഉള്ള അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു സ്ത്രീ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാതെ മരിക്കാൻ പോകുന്നതിന് പേഴ്സണലായിട്ട് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല. എന്നാലും ഞാൻ പറയുന്നത് മരണം തന്നെയാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ചിന്തിക്കുന്നതിനേക്കാളും മരണത്തിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഒരിക്കലും ഇത് ഞാൻ എന്റെ അനുഭവം വെച്ച് പറയാണ്. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് ജീവിക്കണം, ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുണ്ട്. കാരണം ഞാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് എന്റെ മോളെയും കൂട്ടി ഞാൻ തിരിച്ചു വന്നിട്ട് ഒരു 15 വർഷമായി. ഈ 15ാമത്തെ വർഷം എന്നോട് എന്തുകൊണ്ട് നീ തിരിച്ചു വന്നു, ഞാൻ വരെ മറന്നൊരു കേസ്, എന്നെ കുത്തി നോവിച്ച് ജീവിക്കാൻ വിടാത്ത തരത്തില്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആ ഒരു വിഷമത്തിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന് ഞാൻ കുറെയൊക്കെ പ്രചോദനം കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ മോളെ പഠിപ്പിക്കുന്നുണ്ട്, അവൾ ഡിഗ്രി എത്തിയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും മനസ്സിനുള്ളിൽ വിഷമമാണ്. കാരണം നമ്മളെ കുത്തി നോവിക്കാനാണ് ജനങ്ങളിൽ. അപ്പം സമൂഹമാണ് മാറേണ്ടത്. സമൂഹത്തിലുള്ള ആൾക്കാരുടെ മനോഭാവം. കാരണം ഒരു വിവാഹ ബന്ധത്തിൽ പോയി അതിൽ പരാജയപ്പെട്ടെങ്കിൽ തിരിച്ച് നാളെ എന്റെ മോൾക്ക് ഈ ഗതിയുണ്ട്. അപ്പം മാനസികമായിട്ട് കരുത്ത് നൽകേണ്ടത് സമൂഹം തന്നെയാണ്. അപ്പൊ ആ സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് വിചാരിച്ചാൽ വിവാഹ ബന്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിന് എന്തോ ഒരു തകരാറുണ്ട്, എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളെ സമൂഹം ജീവിക്കാൻ വിടാത്ത തരത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പം ഇതിനേക്കാൾ ഭേദം മരണമെന്ന് ചിന്തിച്ച് എത്രയോ അനുഭവങ്ങളുണ്ട് എനിക്ക്. ഇപ്പോ സുഷമ ഇപ്പോ സേഫ് ആയിട്ടിരിക്കുന്നോ? ഓക്കെ, സേഫ് ആയിട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ എന്റെ മോളായാലും ഒരു എന്തോ ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്ന ബലത്തിൽ. കാരണം തിരിച്ചു വരുമ്പോ സീറോയിൽ നിന്ന് തുടങ്ങി ഒരു ജോലി കണ്ടെത്തി ആ ജോലിയിൽ നിന്ന് മോളെ 1ാം ക്ലാസ്സിൽ ചേർത്തു, അങ്ങനെ ഡിഗ്രി വരെ എത്താനും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്. അപ്പൊ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നോ? സ്വന്തം വീട്ടുകാർക്ക്? അല്ല, സ്വന്തം വീട്ടുകാർക്ക് എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ ധൈര്യത്തിൽ മാത്രം ജീവിക്കുന്നു ഞാൻ കരുതുന്നത്. കാരണം വീട്ടുകാർ ഇപ്പൊ എന്റെ അമ്മയൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണെങ്കിലും, പക്ഷെ എനിക്കറിയാം എന്നെയും കൊണ്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് ഉത്തരം പറയേണ്ടി വരുന്നു. കാരണം അമ്മയോടും ചോദ്യങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് മോള് തിരിച്ചു വന്നു, അല്ലെ ആ രീതിയിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് സഹിക്കുകയാണ് അവരും. ആ രീതിയിലാണ്. അപ്പൊ ഷൈനി എന്ന് പറഞ്ഞ വ്യക്തി ആ ജോലി, അപ്പൊ നമ്മള് വിദ്യാഭ്യാസം ഒരു ജോലിക്കുള്ള വിദ്യാഭ്യാസം നേടിയ ജോലി ഞാൻ സാധിക്കാതെ പോയി എന്നുള്ള ഏതോ ഒരു കൈപ്പിടി, ഒരു കരുത്തുള്ള ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു സഹായം അവർക്ക് എവിടെയോ ലഭ്യമാകാതെ പോയത് കൊണ്ടാണ് അങ്ങനെ മരണത്തിലേക്ക് പോകേണ്ടത്. അതെ, ഷൈനിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ 2 മക്കളെ, പെൺകുഞ്ഞുങ്ങളെ എവിടെ ഏൽപ്പിച്ചിട്ട് പോകും? അത് ആരും ഏൽക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. പക്ഷെ സാധ്യതകൾ ഉണ്ടായിരുന്നു, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ നമ്മളെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടേ നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കുകയുള്ളൂ. ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് മക്കളെ ഏൽപ്പിച്ചു പോകാൻ പറ്റിയ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ചിലർക്ക് അത് സഹിക്കാനോ താങ്ങാനോ പറ്റാത്ത ആ സമയത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥ വരും. അതങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പൊ ഇനിയും ഒരുപാട് ഷൈനിമാര് വരും, ഇനി ഒരുപാട് സുഷമമാര് വരും. ശരി, വളരെയധികം നന്ദി സുഷമ. എന്തായാലും ഇനി ഷൈനിമാർ ആവർത്തിക്കാതിരിക്കട്ടെ. അത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഇപ്പോൾ സുഷമ പറഞ്ഞതുപോലെ എനിക്ക് ജീവിക്കണമെന്ന് എനിക്ക് തോന്നുന്നിടത്ത് നമുക്ക് തുടങ്ങാം. മാളവികയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്.